ഈ മോഡേൺ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത് നാടൻ പാട്ടുള്ളത്. അതിനകത്ത് ഞാൻ ആദ്യമേ ഒരു കാര്യം, ഈ നാടൻ പാട്ട് എന്നുള്ള പ്രയോഗം തന്നെ ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. കാര്യം ഈ നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മദ്യം പോലുള്ള കാര്യങ്ങൾ, വിദേശ മദ്യം, നാടൻ മദ്യം എന്ന് പറയാറുണ്ട്. അപ്പം ഒന്ന് ലോക്കൽ എന്നുള്ള രീതിയിലായിരിക്കില്ല നാടൻ ഉപയോഗിക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ഫോക്ക് മ്യൂസിക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, പക്ഷെ മലയാളത്തിൽ നാടൻ പാട്ടെന്ന് പറയുന്നത്. അതെങ്ങനെ ഫോക്കിന് നാടനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയില്ല. അതിൽ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ വിദേശ മദ്യം എന്ന് പറയുന്ന പോലെ ഒരു എന്താണ്, അത് ഉയർന്നൊരു സംഭവമായിട്ട് നാടൻ ലോക്കലായിട്ടുള്ളത്, അല്ലെ അത്ര സോഫിസ്റ്റിക്കേഷൻ ഇല്ലാത്ത തരത്തിലുള്ള മ്യൂസിക് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും അതിനെ ബ്രാൻഡ് ചെയ്യുന്നത്. പിന്നൊന്ന്, ഈ പേരുകളെല്ലാം വന്നേക്കുന്നത് ഈ ഒരു ഹൈറാർക്കിയുടെ ഭാഗമായിട്ടുള്ള ഈ ജാതി എന്ന് പറയുന്ന വ്യവസ്ഥ, നമ്മൾ അതിനകത്ത് ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി എന്നുള്ളതുപോലെ തന്നെ ഫിലിമിന്റെ അല്ല മ്യൂസിക്കിന്റെ രംഗത്ത് ഇതുപോലൊരു വ്യവസ്ഥയുണ്ട്. അത് കൃത്യമായിട്ട് ജാതിയുടെ ഒരു നേരിട്ടുള്ള ഒരു രീതിയിലല്ല. ഇപ്പം ക്ലാസിക്കൽ മ്യൂസിക് ഏറ്റവും ഉയർന്നത്, പിന്നെ അതിന് താഴെയുള്ള എന്ത്, അങ്ങനെ ആ രീതിയിലൊരു ക്ലാസിഫിക്കേഷനകത്തുണ്ട്. ഒരു പ്രത്യേക ജാതി വസ്തു പോലെ ഒന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നാടനെ നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതത്തിന് ക്ലാസിക്കൽ മ്യൂസിക് ആയിട്ട് പറയുന്നു. പിന്നൊന്ന് ഈ ലളിതഗാനം എന്ന് പറയുന്നത്. ലളിതം എന്ന് പറഞ്ഞാൽ സങ്കീർണമല്ലാത്ത എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കർണാടക സംഗീതം പോലുള്ള ഇതിൽ നിന്ന് അതിൻ്റെ സങ്കീർണതകൾ ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തതായിട്ടാണ് ലളിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ലളിത സംഗീതത്തിന് വേറെ ഹിസ്റ്ററി ഉണ്ട്. അത് ആകാശവാണി നിർമ്മിച്ചെടുത്തൊരു സംഭവമാണ് ലളിതഗാനം എന്ന് പറയുന്നത്. അത് കേഷ്കറിന്റെ ഇടപെടൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് ലളിതഗാനത്തിന്. ഇതിനേക്കാളും എല്ലാം വളരെ താഴ്ന്നതായിട്ടൊരു കാര്യമായിട്ടാണ് നാടൻ പാട്ടിനെ കാണുന്നത്. അപ്പൊ നാടൻ എന്നുള്ള പ്രയോഗം ശരിയാണോ എന്നുള്ള വേറെ കാര്യം. നമുക്ക് പക്ഷെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേമായതുകൊണ്ട് അങ്ങനെ പറയുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം, ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാം ഒരു കൃത്യമായ ഒരു വൃത്തത്തിനകത്താണ് നിൽക്കുന്നത് എന്നുള്ളൊരു വിശ്വാസമാണുള്ളത്. അപ്പൊ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാലും എത്രയോ വർഷങ്ങളായിട്ട് ഒരേപോലെയാണ് നിന്നതെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ക്ലാസിക്കൽ മ്യൂസിക് തന്നെ മൈക്രോഫോൺ വന്നതിന് ശേഷം വന്ന മാറ്റങ്ങൾ, സ്ത്രീകൾ ഇടപെട്ടതിന് ശേഷമുള്ള മാറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഒരിക്കലും അതുപോലെ നിന്നിട്ടില്ല. അതൊരു മോഡേൺ സംഭവമാണ്. ഈ ക്ലാസിക്കൽ മ്യൂസിക് എന്നുള്ള കൺസെപ്റ്റ് തന്നെ മോഡേൺ ആയിട്ടുള്ള, നമ്മൾ വിദേശത്തു നിന്ന് കടമെടുത്തൊരു കൺസെപ്റ്റാണ് ക്ലാസിക്കൽ എന്ന് പറയുന്നത്. അതേപോലെ ഫോക്ക് മ്യൂസിക്കിന്റെ കാര്യത്തിലും പലതരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്, സ്റ്റീരിയോ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഈ നാടൻ പാട്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു രീതി. അപ്പോൾ സാധാരണ ഈ ഫോക്ലോർ വാദികൾ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് ഇങ്ങനെ ചില സമുദായങ്ങൾ ഇങ്ങനെ ചില പ്രത്യേക തരത്തിലുള്ള സംഗീതം പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് ഒരു മ്യൂസിക്കൽ എക്സ്പ്രഷനെക്കാട്ട് അവർ കാണുന്നത് അവരുടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഐഡന്റിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാടൻ പാട്ടിനെ അങ്ങനെയാണ് കാണുന്നത്, എപ്പോഴും കണക്ട് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി മാർക്കായി കാണും. ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്നത് സെക്യുലർ, എല്ലാവരും ഉപയോഗിക്കുന്നതായിട്ട് വരും, പക്ഷെ അതിന് മാർക്കില്ല. അപ്പോൾ പറയരുടെ പ്രത്യേക സംഗീതം, പുലേരുടെ പ്രത്യേക സംഗീതം, ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഫ്രീസ് ചെയ്യാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ. പഴയതായിട്ടാണ്, പണ്ടുണ്ടായിരുന്നു എന്നായിട്ടാണ് നാടൻ പാട്ടിന് ഇത്രയും വർഷം പഴക്കം ഉണ്ടായിരുന്നത്. കണ്ടംപററി വേൾഡിൽ അതിന് പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. മിക്കവാറും നാടൻപാട്ട് ഗ്രൂപ്പുകളും ഏറെക്കുറെ ഈ ഒരു വിശ്വാസത്തെ പിൻപറ്റുന്നുണ്ട്, പഴയ പാട്ട് പാടുന്നത്. അപ്പോൾ ഈ ഒരു സംഗതി ഇതിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്, ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നാടൻ പാട്ടിനെ ഇങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടത്തിലും പ്രത്യേക സമുദായമായിട്ട് മാത്രം ഫിക്സ് ചെയ്ത് വെക്കുന്നതിനെ മാറ്റിയിട്ട് ഒരു പുതിയ എക്സ്പ്രഷൻ, മ്യൂസിക്കൽ എക്സ്പ്രഷൻ്റെ ഒരു സംഭവമായിട്ട് അതൊരു പ്രത്യേക മ്യൂസിക് ലാംഗ്വേജ് ഉണ്ട് ഇത്തരം പാട്ടുകൾക്ക്. അതിനൊരു നമ്മുടെ ഇന്നത്തെ ലോകത്തും വളരെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ശ്രമം. അപ്പം അതുകൊണ്ട് ഈ ഇൻസ്ട്രുമെന്റ്സ്, അപ്പം സിന്തസൈസറോ അതുപോലുള്ള ഇൻസ്ട്രുമെന്റ്സിന്, മോഡേൺ ഇൻസ്ട്രുമെന്റ്സിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിന് ആ രീതിയിൽ മാറ്റുന്ന കുഴപ്പമില്ല. കാരണം നമ്മൾ പുതിയ കാലത്തെ ഒരു കാര്യമായിട്ട് അതിനെ മാറ്റുക എന്നുള്ളത്.
അപ്പോൾ അത് പ്രസീത പോലുള്ള പാട്ടുകാർ ഈ സിനിമയിൽ അത് കാണിക്കുന്നുണ്ട്. പ്രസീത ചെയ്യുന്നത് ഈ പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നു, പുതിയ വേഷം ഇടുന്നു. ഇതിലൂടെ നമ്മൾ ഈ നാടൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റീരിയോ ടൈപ്പുകളെയും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നാടൻ വേഷങ്ങൾ ഇടുകയും ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ട്രേഡിന്റെ ഒരു സംഭവമായിട്ടാണ്. ഈ നാടൻ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നതിനെ തന്നെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റുക എന്ന് പറയുന്ന രീതിയിൽ. അങ്ങനെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഡൊമൈനിനകത്ത് തന്നെ പലതരത്തിലുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സിന്തസൈസറിനെ പോലുള്ള കാര്യം ഈ അഫോർഡബിലിറ്റി എന്ന് പറയുന്ന കാര്യം പലർക്കും ചിലപ്പം കമ്പ്യൂട്ടർ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സിന്തസൈസർ പോലുള്ള കാര്യങ്ങൾ പല ദളിതരുടെ കയ്യിലും ഇല്ലായിരിക്കും. പക്ഷെ അത് അത്ര ഒരു കാര്യം ഒരു ഗുണമെന്ന് പറഞ്ഞാൽ സിന്തസൈസർ പോലുള്ളതിന് അപ്പം അതിൻ്റെ ടോണുകളായാലും ശ്രദ്ധിച്ചാൽ കമ്പ്യൂട്ടർ ആയാലും നമ്മൾ VST എന്ന് പറഞ്ഞ മ്യൂസിക്കൽ ശ്രമങ്ങളുണ്ടല്ലോ, ഈ വെർച്വൽ സ്റ്റുഡിയോ ടെക്നോളജി, ഇതെല്ലാം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഴയ ക്ലാസിഫിക്കേഷൻസിന് പുറത്തേക്ക് മ്യൂസിക്കിനെ കുറിച്ചുള്ള സൗണ്ടിനെ കുറിച്ചുള്ള ഐഡിയയിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. നമുക്ക് ചിലപ്പം VST എന്ന് പറയുന്നതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ആഫ്രിക്കൻ ഡ്രം വേണമെങ്കിൽ എടുത്ത് നമ്മുടെ ഒരു പാട്ടിനകത്ത് ചേർക്കാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത്. അപ്പം ട്രഡീഷണലായ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന സാധനത്തിന് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും പറയും തുടിയും ഒക്കെ ഉപയോഗിച്ച് മാത്രം ചെയ്താൽ പോലും അത് കണ്ടംപററി അങ്ങനെ വേറെ സ്ഥലത്ത് ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ടുവരും. അപ്പോൾ സിന്തസൈസറും ഈ VST പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഗുണം അതാണ്. നമുക്ക് അതിനെ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് അതിനെ ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ മ്യൂസിഷ്യനും കൂടെ, ഞാൻ കുറേ പാട്ടുകൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഈ പുതിയ തരം ഭാഷകൾ അല്ലെങ്കിൽ മിക്സ് ചെയ്ത ഭാഷകൾ, ഇനി ദളിത് എന്ന് പറഞ്ഞ ഈ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫിക്സ് ചെയ്യുന്നതിനേക്കാളും ദളിതരുടെ ഇടയ്ക്ക് തന്നെ പലതരം ഭാഷകളുണ്ട്, പല വ്യത്യസ്ത ജീവിതങ്ങളാണ്. ദളിതരെല്ലാം ഒരേപോലെ അല്ല ജീവിക്കുന്നത്. കഷ്ടപ്പാടും ദുരിതം മാത്രമല്ല ദളിതർക്കുള്ള. അവർ ഇപ്പോൾ കോളനിയിൽ ജീവിക്കുന്നവരുണ്ട്, കോളേജിൽ പോകുന്നവരുണ്ട്, അതുപോലെ മിഡിൽ ക്ലാസ് ദളിതരുണ്ട്, ലോവർ ക്ലാസ് ആയിട്ടുള്ള ദളിതരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിനെല്ലാം പുതിയ മോഡേൺ ആയിട്ടുള്ള ദളിത് ജീവിതങ്ങളെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ 2-3 പാട്ടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഞാൻ ഇതുപോലെ ഈ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുക, അതുപോലെ വേറിട്ട ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ ഈ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലാതെ. അപ്പോൾ ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മോഡേണൊന്നും അല്ലാത്ത, ഇത്തരം ക്ലാസിഫിക്കേഷനകത്ത് ഒതുങ്ങാത്ത ഒരു പുതിയ സാധനങ്ങളുണ്ട്. അത് ട്രഡീഷണൽ അല്ല, മോഡേണും അല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. അതിൽ ഒരു ബോർഡറിനെ നമ്മൾ വളരെ നേരിയതാക്കി മാറ്റുന്നുണ്ട്. അത്തരത്തിൽ അതിലൂടെയാണ് കുറച്ചുകൂടി നമ്മൾ ഈ ഫ്രീസ് ചെയ്യുന്ന ഐഡന്റിറ്റി ഫ്രീസ് ചെയ്യാതിരിക്കുക, പുതിയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ശരീരത്തെക്കുറിച്ചൊരു കാര്യം, സംഗീതവും ശരീരമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ക്ലാസിക്കൽ സംഗീതം അതുപോലെ ഉയർന്ന സംഗീതത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരീരത്തെ എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പം തിരുവനന്തപുരത്ത് ഒരു നവരാത്രി മണ്ഡപമുണ്ട്. ഈ കൊട്ടാരമാണ് അതിൻ്റെ, അവിടുത്തെ കച്ചേരിയൊക്കെ സംഘടിപ്പിക്കുന്ന കൊട്ടാരമാണ്, കൊട്ടാരത്തിൻ്റെ കീഴിലുള്ളതായിരുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹിന്ദുക്കൾക്ക് മാത്രമാണ് കയറാൻ പറ്റുക, രണ്ടാമത് അതിനകത്ത് പ്രവേശിക്കുന്ന നവരാത്രി മണ്ഡപത്തിനകത്ത് പ്രവേശിക്കുന്നതിന് കുറേ ചിട്ടകളുണ്ട്. ഇന്ന് പുരുഷന്മാർ, ഈ അടുത്ത കാലത്ത് പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റുമായിരുന്നു, ഇപ്പം മാറ്റമുണ്ട്. പുരുഷന്മാർ അതിനകത്ത് കയറുമ്പോൾ ഒരു ഉടുപ്പിടാൻ പാടില്ല, മുണ്ട് മാത്രം എടുത്തിട്ടായിരിക്കും അകത്ത് കയറുക. അകത്തിരുന്ന് അപ്പോൾ പാട്ട് കേൾക്കുന്ന സമയത്ത് കൈകൊട്ടാൻ പാടില്ല. അപ്പം അതുപോലെ ഒരു തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ചുമയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അപ്പോൾ അവർ പറയുന്ന 6 മണിക്ക് തുടങ്ങുന്ന അകത്ത് കയറുന്നു, അപ്പം 9 മണിക്കാണ് തീരുന്നെങ്കിൽ അപ്പോഴേ ഇറങ്ങാവും. അകത്ത് കയറുന്നതിന് അതിന് മുമ്പ് വന്ന് നമ്മളവിടെ ഇരിക്കണം, ഇറങ്ങുന്നത് കഴിഞ്ഞിട്ടിറങ്ങാം. അങ്ങനെ മൊത്തം ചിട്ടകളാണ്. അപ്പം ഈ ചിട്ടകൾ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ ഭയങ്കരമായിട്ട് നിയന്ത്രിക്കുകയാണ്. ഒരു തരത്തിൽ നമ്മൾ അനങ്ങാൻ പാടില്ല, കൈകൊട്ടാൻ പാടില്ല, ആ രീതിയിലൊരു കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ ഈ ഉയർന്ന സംഗീതത്തിന് ഉയർന്നതെന്ന് പറയാൻ പറ്റില്ല, ശ്രേഷ്ഠ സംഗീതം എന്നാണ്. കാരണം ജാതീയമായിട്ടും ഒക്കെ ഉയർന്ന ഒരു സംഗീതമായിട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്
നമ്മളെ ശരീരം നിയന്ത്രിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കച്ചേരി നടക്കുമ്പം നമ്മൾ പാട്ടുകാരെ കുറിച്ച് തന്നെ ഈ ടെക്സ്റ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സംഗീതം പോലുള്ള ടെക്സ്റ്റുകളിൽ പറയുന്നത് ഈ നല്ല പാട്ടുകാരാണെങ്കിൽ അധികം ശരീരം അധികം ചലിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ശരീരം ശാരീരം എന്ന് പറഞ്ഞിട്ട് തരം തിരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ശാരീരം വോയിസ് അതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ശരീരത്തെ പ്രാധാന്യം കൊടുക്കുക എന്ന രീതിയിലാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പം റിയാലിറ്റി ഷോകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പെർഫോമൻസ് റൗണ്ടും മെലഡി റൗണ്ടും ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ശരീരത്തെയും മ്യൂസിക്കിനെയും പ്രത്യേകം ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ല നമ്മൾ എല്ലാത്തിനും ശ്രദ്ധിച്ചാൽ. പക്ഷേ പോപ്പുലർ മ്യൂസിക്കിൻ്റെ ഒരു സ്ഥലത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നാടൻപാട്ട് പോലുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഗാനമേള പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പാട്ട് പാടുന്ന ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട്, അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. പ്രസീതയൊക്കെ മറ്റേ കോഡ്ലെസ് മൈക്കുണ്ട്, അതുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരും, അവരെ കൊണ്ട് പാടിക്കും, പിന്നെ അവർ ഡാൻസ് കളിക്കും. അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ അങ്ങനെ ഭയങ്കരമായിട്ടാണ്. അപ്പോൾ ഈ ഒരു 2-3 കാര്യങ്ങൾ, ഒന്ന് ഈ സ്റ്റേജ് എന്ന് പറയുന്ന സംഭവത്തിനെ ഭയങ്കരമായിട്ട് മാറ്റുന്നുണ്ട്. ഈ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഓതന്റിസിറ്റിയുടെ ഒരു സംഭവം മാത്രമായിട്ട് ഈ പെർഫോമറിന്റെ മാത്രം അവകാശപ്പെട്ട ഒരു സ്ഥലമായിട്ട് കാണുന്നു. അപ്പം ഈ ഓഡിയൻസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുക മാത്രം, അവർക്ക് ഏജൻസി ഇല്ല. സാധാരണ അവർ കേട്ടോണ്ടിരിക്കുക, കൈ താളമിടുക എന്നുള്ളതല്ലാതെ ശരീരം അനക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ നമ്മളല്ലാത്തുള്ള പോപ്പുലർ ആയിട്ടുള്ള സ്ഥലങ്ങൾ, മ്യൂസിക് സ്പേസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നാടൻപാട്ട് പാടുമ്പോൾ പലരും ഡാൻസ് കളിക്കും, പിന്നെ മൈക്ക് കൊടുക്കും, അവർ പാടും. ഭയങ്കരമായിട്ട് പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഇതിനകത്ത്. കൂവുകയും ചെയ്യാം, ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ പോവുകയും ചെയ്യാം അവിടെ നിന്ന്. ഇങ്ങനെ കുറച്ചുകൂടി ഏജൻസി ഉണ്ട് ഓഡിയൻസിന്. അപ്പോൾ ഈ ഭയങ്കരമായിട്ടൊരു ഇൻട്രാക്ഷൻ, കുറച്ചൊരു ഡെമോക്രസി എന്ന് പറയുന്ന സംഭവം അതിനകത്തുണ്ട്.